BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോയ്ക്ക് തുടക്കമായി. ഇന്നലെ രാവിലെ ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ് എയർ ഷോ ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന ചടങ്ങിൽ ബഹ്റൈനിലെ നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികളും പങ്കെടുത്തു. ഉദ്ഘാടന ശേഷം പ്രധാനമന്ത്രിയും മറ്റതിഥികളും ഭാഗമായി ഒരുക്കിയിരുന്ന പവലിയനുകൾ സന്ദർശിക്കുകയും ചെയ്തു. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ സാക്കിർ എയർബേസിൽ നടക്കുന്ന എയർ ഷോയിൽ 125-ലധികം വിവിധ എയർക്രാഫ്റ്റുകളുടെ പ്രദർശനമാണ് 15-ാം തീയതി വരെ നടക്കുക. ലോകോത്തര ഫ്ലൈയിംഗ് ഡിസ്പ്ലേകൾ ഒരുക്കി വിവിധ രാജ്യങ്ങളുടെ എയറോബാറ്റിക് ടീമുകൾ തങ്ങളുടെ ആധുനിക വിമാനങ്ങളുമായി രംഗത്തുണ്ട്. ഇന്ത്യൻ എയറോബാറ്റിക് ടീം സാരംഗിന്റെ 4 ഹെലികോപ്റ്ററുകൾ അടങ്ങിയ ഇന്ത്യൻ എയർഫോഴ്സിന്റെ 2 C-70 കാർഗോ വിമാനങ്ങളും പങ്കെടുക്കുന്നുണ്ട്. പാകിസ്ഥാൻ വ്യോമസേനയുടെ വിമാനവും എത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ എയർ ഷോയുടെ 7-ാം പതിപ്പിൽ എയ്റോസ്പേസ് ഡിഫൻസ് ലീഡർമാരുടെ ആഗോള സംഗമമുണ്ടാകും. 11 ആഗോള വിമാന നിർമ്മാതാക്കൾ ഉൾപ്പെടെ 135 കമ്പനികളാണ് എയർ ഷോയിൽ പങ്കെടുക്കുന്നത്. 56 രാജ്യങ്ങളിൽ നിന്നുള്ള 223-ലധികം ഔദ്യോഗിക പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കും. 20 സർക്കാർ സ്ഥാപനങ്ങൾ പ്രദർശനത്തെ പിന്തുണയ്ക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്നു. എയർ ഷോയിൽ പൂർണ്ണമായും ബുക്ക് ചെയ്ത ചാലറ്റുകൾ, 60 കമ്പനികളുള്ള എക്സിബിഷനുകൾ, സ്റ്റാറ്റിക് ഫ്ലൈയിംഗ് ഡിസ്പ്ലേകൾക്കുള്ള ഒരു എയർക്രാഫ്റ്റ് ഡിസ്പ്ലേ ഏരിയ, കുടുംബങ്ങൾക്കായി പ്രത്യേക മേഖല എന്നിവയുണ്ടാകും. ഏറ്റവും നൂതന വിമാനങ്ങളായ B-52, F-35, ടൈഫൂൺ, F-16, മിറാഷ് 2000 എന്നിവയുൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന ഷോയിൽ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും എയർ ഷോയിൽ പറക്കുന്ന പൈലറ്റുമാരെ കാണാനും അവസരം നൽകും. എഞ്ചിനീയർമാർ, പൈലറ്റുമാർ, ബഹിരാകാശ യാത്രികർ, ക്രാഫ്റ്റിംഗ് സിമുലേറ്ററുകൾ എന്നിവ സംബന്ധിച്ച വർക്ക്ഷോപ്പുകളും നടക്കുന്നുണ്ട്. മുഹറക് മലയാളി സമാജം ബഹ്റൈൻ ശിശുദിനാഘോഷം സംഘടിപ്പിക്കുന്നു. നവംബർ 14-ന് ഓൺലൈൻ ക്വിസ് മത്സരവും നവംബർ 15 വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് MMS മഞ്ചാടി ബാലവേദി സംഗമവും ചിത്രരചന കളറിംഗ് മത്സരവും നടത്തുമെന്ന് പ്രസിഡന്റ് അനസ് റഹീം, സെക്രട്ടറി ആനന്ദ് വേണുഗോപാൽ നായർ എന്നിവർ അറിയിച്ചു. കലാലയം സാംസ്കാരിക വേദിയുടെ 14ാമത് പ്രവാസി സാഹിത്യോത്സവിന്റെ ഭാഗമായി കഥ, കവിത വിഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയ ഗ്ലോബൽ കലാലയം പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചു. വിവിധ രാജ്യങ്ങളിലെ പ്രവാസി മലയാളി എഴുത്തുകാരിൽ നിന്ന് ലഭിച്ച രചനയിൽ നിന്നാണ് പുരസ്കാരത്തിന് അർഹമായത് തിരഞ്ഞെടുത്തത്. UAE-യിൽ നിന്നുള്ള ഫുസ്ന റാഫിയുടെ ആൻഫ്രാങ്ക് കഥ പുരസ്കാരത്തിനും അഡ്വക്കേറ്റ് അജ്മൽ റഹ്മാന്റെ ആശുപത്രിയിലെ കുട്ടിക്കവിത പുരസ്കാരത്തിനും അർഹത നേടി. പുരസ്കാര ജേതാക്കൾക്ക് പ്രസ്തുത രാജ്യങ്ങളിലെ പ്രവാസി സാഹിത്യോത്സവ വേദിയിൽ ബലകവും അനുമോദന പത്രവും നൽകും. ബഹ്റൈൻ പ്രവാസി സാഹിത്യോത്സവ് 2-ാം പാദ മത്സരങ്ങൾ നവംബർ 15 വെള്ളിയാഴ്ച ഗലാലയിൽ വെച്ച് നടക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സാമൂഹിക കലാ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ബഹ്റൈൻ കലാലയം സാംസ്കാരിക വേദി സെക്രട്ടറിമാരായ റഷീദ് തെന്നല, സഫാൻ സഖാഫി എന്നിവർ അറിയിച്ചു. കുടുംബ സൗഹൃദ വേദി ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രോഗ്രാമിന്റെ പോസ്റ്റർ പ്രകാശനവും 51-അംഗ സ്വാഗത സംഘ കമ്മിറ്റിയും രൂപീകരിച്ചു. കലവറ റെസ്റ്റോറന്റിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി അജി പി ജോയ് സ്വാഗതവും പ്രസിഡന്റ് സിബി കൈതാരത്ത് അധ്യക്ഷതയും വഹിച്ചു. ജനുവരി 2-ന് ഇന്ത്യൻ ക്ലബ്ബിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നാട്ടിൽ നിന്നുള്ള പ്രഗത്ഭരായ കലാകാരന്മാർ പങ്കെടുക്കുമെന്നും രക്ഷാധികാരി അജിത്ത് കണ്ണൂർ അറിയിച്ചു. ബഹ്റൈനിലെ ജീവകാരുണ്യ കൂട്ടായ്മയായ ഹോപ്പ് ബഹ്റൈൻ BMCയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഹോപ്പ് പ്രീമിയർ ലീഗിന്റെ 2-ാം സീസൺ സിഞ്ചിലെ അൽ അലി സ്റ്റേഡിയത്തിൽ നടന്നു. ബഹ്റൈനിലെ പ്രമുഖരായ ജില്ലാ അസോസിയേഷൻ ടീമുകൾ ഉൾപ്പെടെ 12 അസോസിയേഷൻ ടീമുകളാണ് HPL-ൽ ഏറ്റുമുട്ടിയത്. മത്സരത്തിൽ വോയിസ് ഓഫ് മാമ്പ ജേതാവ് കോഴിക്കോട്ടെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറം ബഹ്റൈൻ റണ്ണറപ്പ് കിരീടം നേടി. കോട്ടയം ജില്ലാ പ്രവാസി കൂട്ടായ്മ 3-ാം സ്ഥാനവും വോയിസ് ഓഫ് ആൽപി 4-ാം സ്ഥാനവും കരസ്ഥമാക്കി. കൂടാതെ മാൻ ഓഫ് ദ മാച്ച് സുനീർ, മാൻ ഓഫ് ദ സീരീസ് അമീർ സലാഹുദ്ദീൻ, ബെസ്റ്റ് ബാറ്റ്സ്മാൻ ശ്യാംകുമാർ, ബെസ്റ്റ് ബൗളർ അമീർ സലാഹുദ്ദീൻ എന്നിവർ വ്യക്തിഗത നേട്ടങ്ങൾക്ക് അർഹരായി. വിമാന ടിക്കറ്റിൽ വൻ ഓഫറുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ലൈറ്റ് ഓഫർ പ്രകാരം 1444 രൂപ മുതൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. നവംബർ 13 വരെയാണ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. നവംബർ 19 മുതൽ 2025 ഏപ്രിൽ 30 വരെയുള്ള യാത്രയ്ക്കാണ് ഈ ഓഫർ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്താൽ സർവീസ് ചാർജ് ഉണ്ടാവില്ല. 1599 രൂപ മുതലുള്ള എക്സ്പ്രസ് വാല്യൂ ഓഫറും എയർ ഇന്ത്യ നൽകുന്നുണ്ട്. എക്സ്പ്രസ് ലൈറ്റ് പാക്കേജ് പ്രകാരം 3 കിലോഗ്രാമാണ് ക്യാബിൻ ബാഗേജായി കൊണ്ടുപോകാനാവുക. ആഭ്യന്തര ടിക്കറ്റിൽ 1000 രൂപ അധികം നൽകിയാൽ
15 കിലോ ചിക്കൻ പാക്കേജ് സൗകര്യമുണ്ടാകും. അന്താരാഷ്ട്ര ടിക്കറ്റിൽ 1300 രൂപയ്ക്ക് 20 കിലോഗ്രാം ലഭിക്കും. ബിസിനസ് ക്ലാസ്സിന് 25% ഡിസ്കൗണ്ടും ലോയൽറ്റി അംഗങ്ങൾക്ക് അധിക ആനുകൂല്യങ്ങളുമുണ്ട്. പദവി യാത്രക്കാർക്ക് പ്രീമിയം ഭക്ഷണം, ഇഷ്ടപ്പെട്ട സീറ്റ്, എക്സ്പ്രസ് സർവീസ് എന്നിവയിൽ 25% ഇളവും ലഭിക്കും. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. ഇന്നലെ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. പത്തനംതിട്ട, ഇടുക്കി, വയനാട്, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ താഴെ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കും സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ICC T20 റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കി മലയാളി താരം സഞ്ജു സാംസൺ. 27 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ സഞ്ജു 39ാം റാങ്കിലെത്തി. ആദ്യ 10 സ്ഥാനങ്ങളിൽ 2 ഇന്ത്യൻ താരങ്ങൾ മാത്രമാണുള്ളത്. ഒരു സ്ഥാനം നഷ്ടമായ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 3ാം സ്ഥാനത്തേക്ക് ഇറങ്ങി. 6ാം സ്ഥാനത്തുണ്ടായിരുന്ന യശസ്വി ജയ്സ്വാൾ 7ാം സ്ഥാനത്തായി. ബൗളർമാരുടെ റാങ്കിങ്ങിൽ രവി ബിഷ്ണോയ് 1 സ്ഥാനം മെച്ചപ്പെടുത്തി. ഓസീസ് ഓപ്പണർ ട്രാവിസ് ഹെഡ് 1ാം സ്ഥാനം നിലനിർത്തി. ഫീൽഡ് സാൾട്ട് 2ാം സ്ഥാനത്തേക്ക് കയറി. ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ എന്നിവർ 4ഉം 5ഉം സ്ഥാനങ്ങളിൽ ജയ്സ്വാളിനെ പിന്തള്ളി. ജോസ് ബട്ട്ലർ 6ാം സ്ഥാനത്തേക്കും കയറി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.